ധൃതരാഷ്ട്രരുടെ ഉറ്റമിത്രാണ് സഞ്ജയൻ. ധൃതരാഷ്ട്രർ പറഞ്ഞു, ആ ദൃഷ്ടി സഞ്ജയന് നൽകിയാൽ മതി. എവിടെ ഇരുന്നാലും സഞ്ജയന് ഉൾക്കണ്ണുകൊണ്ട് യുദ്ധം മുഴുവനും കാണാൻ സാധിക്കുമല്ലോ. അതുകൊണ്ട് ആ ദൃഷ്ടി ആർക്ക് കൊടുത്താൽ മതി? സഞ്ജയന് കൊടുത്താൽ മതി എന്ന് പറയുകയാണ് ധൃതരാഷ്ട്രര്. അതിന് പ്രകാരം വ്യാസമഹർഷി സഞ്ജയന് അനുഗ്രഹം നൽകാണ്. അങ്ങനെ യുദ്ധം ആരംഭിച്ചു. യുദ്ധം ആരംഭിച്ച സമയത്തൊന്നും ധൃതരാഷ്ട്രർക്ക് അതിനെപ്പറ്റി ഒന്നും അറിയേണ്ട കാര്യമില്ല. കാരണം തനിക്ക് 100 പുത്രന്മാരുണ്ട്, എല്ലാവിധ അഭ്യാസങ്ങളും പഠിപ്പിച്ച, എല്ലാവിധ യുദ്ധമുറകളും അറിയാവുന്ന 100 മക്കള്. അതുകൊണ്ട് താൻ ഭയപ്പെടേണ്ടതില്ല, വിജയം തൻ്റേത് തന്നെ എന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് ധൃതരാഷ്ട്രര്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ജയം ഉറപ്പുള്ളത് കൊണ്ട് യുദ്ധത്തെക്കുറിച്ചൊന്നും അറിയേണ്ടതുണ്ടായിരുന്നില്ല. എന്നാൽ യുദ്ധത്തിന്റെ 10ാം നാളാണ് എല്ലാം മാറി മറിയണത്. എന്താ സംഭവിച്ചത്? ഭീഷ്മ പിതാമഹൻ വീണിരിക്കുന്നു. ഭീഷ്മ പിതാമഹനെ കുറിച്ചൊക്കെ നമ്മൾ മുൻപ് പറഞ്ഞിട്ടുള്ളതാണ് മഹാഭാരതം പറഞ്ഞപ്പോൾ. അദ്ദേഹം അത്രമേൽ ശ്രേഷ്ഠനായിട്ടുള്ള, അത്രമേൽ പാഠവുമുള്ള, യുദ്ധത്തിന് ആരെയും തോൽപ്പിക്കാൻ കഴിവുള്ള വ്യക്തിയാണ്. സാക്ഷാൽ പരശുരാമനോട് പോലും യുദ്ധം ചെയ്തവനാണ് ഗംഗാദത്തൻ. അപ്പൊ ആ കഥയൊക്കെ നമ്മൾ മുൻപ് പറഞ്ഞിട്ടുണ്ട്. ഭീഷ്മ പിതാമഹൻ ദാ വീണിരിക്കുന്നു. ഭീഷ്മ പിതാമഹൻ വീണ വാർത്തയറിഞ്ഞ് ധൃതരാഷ്ട്രര് സഞ്ജയനോട് ചോദിക്കുകയാണ്, സഞ്ജയ, കുരുക്ഷേത്ര ഭൂമിയിൽ എന്താണ് സംഭവിച്ചത്? 10ാം നാളാണ് ഇദ്ദേഹത്തിന് എന്താണ് കുരുക്ഷേത്ര ഭൂമിയിൽ സംഭവിച്ചതെന്നുള്ളത് അറിയേണ്ടതുള്ളൂ. സാധാരണ ഈ ഒരു ഭഗവത്ഗീത ഒക്കെ പറയുന്ന സമയത്ത് നമ്മൾ ഇന്നലെ ഞാൻ ആമുഖം പറഞ്ഞപ്പോഴും പറഞ്ഞിരുന്നു, ഈ ഒരു 18 അധ്യായങ്ങൾ വായിക്കുന്നതോടു കൂടിയിട്ട്, പഠിക്കുന്നതോടു കൂടിയിട്ട്, മനസ്സിലാക്കുന്നതോടു കൂടിയിട്ട് ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്ന് ഭവിക്കുമെന്ന്. പക്ഷെ മറ്റൊരു വസ്തുത എന്താന്ന് വെച്ചാൽ, ഇതിനെ മനസ്സുകൊണ്ട് സ്വീകരിക്കണം എന്നാണ്. മനസ്സുകൊണ്ട് സ്വീകരിക്കുന്നതനുസരിച്ച് മാത്രമേ മാറ്റം വരുള്ളൂ. അല്ലാതെ വെറുതെ കേട്ട് കഴിഞ്ഞാൽ ഒരു മാറ്റവും ഉണ്ടാവില്ല എന്ന് നമ്മളെ പഠിപ്പിച്ചു തന്ന ആളും കൂടിയാണ് ധൃതരാഷ്ട്രര്. ഇവിടെ ഈ ഭഗവത്ഗീത ഭഗവാൻ അർജുനന് പറഞ്ഞു കൊടുത്ത ഭഗവത്ഗീത 2ാമത് കേട്ട ആളാണ് ധൃതരാഷ്ട്രര്. ആ അർജുനൻ മനസ്സിലാക്കിയത് ഒരു തലമാണെന്നുണ്ടെങ്കിൽ ഇവിടെ ധൃതരാഷ്ട്രർ എന്താ മനസ്സിലാക്കിയത്? ഒന്നും മനസ്സിലാക്കിയില്ല അല്ലെ? അജ്ഞതയുടെ അന്ധകാരത്തിന്റെ നടുവിൽ കിടന്ന് ഉഴലുന്ന ധൃതരാഷ്ട്രർക്ക് എന്ത് ഭഗവത്ഗീത, എന്ത് ജ്ഞാനം. അപ്പൊ അതുകൊണ്ട് ഭഗവത്ഗീത കേൾക്കുമ്പോൾ അർജുനനെ പോലെ കേൾക്കാനായിട്ട് പഠിക്കണം എന്നാണ് ഇവിടെ പറഞ്ഞു തരുന്നത്. അപ്പോൾ അർജുന വിഷാദ യോഗം എന്ന ഈ 1ാം അധ്യായത്തില് ആദ്യ ശ്ലോകം, ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേതോ യുയുത്സവഃ മാമക പാണ്ഡവശ്ചൈവ കിമകൂർവത സഞ്ജയ. നമുക്ക് ഈ വാക്കുകളൊക്കെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് നോക്കാം. ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ, ധർമ്മക്ഷേത്രമാകുന്ന കുരുക്ഷേത്രം അല്ലെ? കുരുക്ഷേത്രം ഒരു ധർമ്മക്ഷേത്രമാണ്. അതെല്ലാവർക്കും അറിയാലോ. ഈ ഒരു കുരുക്ഷേത്ര ഭൂമിയിൽ യുദ്ധം ചെയ്ത് ജയിച്ചാലും തോറ്റാലും ആര് മൃത്യു വരിക്കുന്നുവോ അവർക്ക് സ്വർഗപ്രാപ്തി എന്നാണ്. അപ്പൊ അത്രമേൽ ശ്രേഷ്ഠമായിട്ടുള്ള ധർമ്മക്ഷേത്രമാണ് ഈ കുരുക്ഷേത്ര ഭൂമി. ധൃതരാഷ്ട്രര് പറഞ്ഞ ശ്ലോകാണ്. ധൃതരാഷ്ട്ര ഉവാച ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേതായുയുത്സവഃ മാമക പാണ്ഡവശ്ചൈവ കിമകുർവത സഞ്ജയ. ധൃതരാഷ്ട്ര ഉവാച, ധൃതരാഷ്ട്രര് പറഞ്ഞു. എന്താ പറഞ്ഞത്? ധർമ്മക്ഷേത്രേ, ധർമ്മത്തിന്റെ വിളനിലമായിട്ടുള്ള ഭൂമി, ധർമ്മത്തിന്റെ ക്ഷേത്രം, ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ, കുരുക്ഷേത്രം ആ ഭൂമിയുടെ പേരാണ് അല്ലെ? കുരുക്ഷേത്രത്തില്, ധർമ്മക്ഷേത്രമാകുന്ന കുരുക്ഷേത്രത്തില് സമവേതഃ, സമവേതഃ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ഒരുമിച്ച് ചേർന്നവരും, യുയുത്സവഃ, യുയുത്സവ എന്ന് വെച്ച് കഴിഞ്ഞാല് യുദ്ധമോഹികളുമായ, ഒരുമിച്ച് ചേർന്നവരും യുദ്ധമോഹികളുമായ മാമകാഹ. എന്താ ഈ മാമക? എൻ്റെ ആളുകളും, അതായത് കൗരവന്മാരും എൻ്റെ ബന്ധുക്കളും എൻ്റെ പക്ഷത്ത് നിൽക്കുന്നവരും, അതാണ് മാമകാഹ, എൻ്റെ ആളുകളും. പാണ്ഡവാശ്ചൈവ, എന്തത്? പാണ്ഡവാച്ച ഏവ, പാണ്ഡുവിൻ്റെ പുത്രന്മാരും അല്ലെങ്കിൽ പാണ്ഡവന്മാരും. കിമകുർവത എന്ന് വെച്ച് കഴിഞ്ഞാൽ കിം അകുർവത, എന്തു ചെയ്തു? ആരോടാ ചോദിക്കുന്നത്? സഞ്ജയ, സഞ്ജയനോടാണ് ചോദിക്കുന്നത്. ധൃതരാഷ്ട്ര ഉവാച ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേതായുയുത്സവഃ മാമക
പാണ്ഡവശ്ചൈവ കിമ കുർവത സഞ്ജയ. ധൃതരാഷ്ട്രരുടെ ആഗ്രഹം അനുസരിച്ചിട്ട് വേദവ്യാസൻ സഞ്ജയനാണല്ലോ ദിവ്യദൃഷ്ടി കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് യുദ്ധക്കളത്തില് പോകാതെ തന്നെ അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ അപ്പോൾ കണ്ടറിയാനുള്ള ഒരു ജ്ഞാനം സഞ്ജയനുണ്ട്. യുദ്ധ ആരംഭവേളയിൽ കൃഷ്ണനും അർജുനനും തമ്മിലുണ്ടായ സംവാദമാണ് സഞ്ജയൻ ധൃതരാഷ്ട്രർക്ക് ഉപദേശിച്ചു കൊടുക്കുന്നത്. അർജുനൻ പരിശുദ്ധമായ ഒരു അന്ധകരണത്തിന്റെ പ്രതീകാണ്. ആ സമയത്ത് ധൃതരാഷ്ട്രൻ ആരാണ്? അദ്ദേഹത്തിന് ഇരു കണ്ണുകളും ഇല്ലാത്ത കുരുടനായിട്ടുള്ള പക്ഷഭേദ ബുദ്ധിയില്ല, അല്ലെ, മാനസികമായിട്ട് ഒരു പക്ഷത്തിന്റെ കൂടെ മാത്രം നിൽക്കുന്ന പുത്രന്മാരോട് അതീവമായിട്ട് സ്നേഹം പ്രകടിപ്പിക്കുന്ന അന്ധനായിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഇദ്ദേഹത്തിന് ഈ ഭഗവത്ഗീത കൊണ്ട് ഒരു പ്രയോജനവും ഉണ്ടായില്ല. ഈ ശ്ലോകം തന്നെ നോക്കൂ. ശരി, ധൃതരാഷ്ട്രരെ കുറിച്ച് ഇത്രയൊക്കെ പറഞ്ഞുല്ലോ. ധൃതരാഷ്ട്രര് പറയുന്ന ഏക ശ്ലോകമാണ് ഭഗവത്ഗീതയിലെ ആരംഭത്തിൽ നമ്മൾ കണ്ട ഈ ഒരു ശ്ലോകം. ശരി, അങ്ങനെ ആവട്ടെ. ധൃതരാഷ്ട്രര് ഈ ശ്ലോകത്തിൽ പോലും പക്ഷഭേദം കാണിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ കൗരവന്മാരെ കുറിക്കാൻ മാമകാഹ എന്ന് പ്രയോഗിച്ചിട്ടുള്ളത് തന്നെ ഇവിടെ ധൃതരാഷ്ട്രരുടെ പക്ഷഭേദ ബുദ്ധിയെ കുറിക്കുന്നുണ്ട്. ഇവിടെ നോക്കൂ, ധൃതരാഷ്ട്രരുടെ ചോദ്യം, യുദ്ധമോഹികളായിട്ട് ഒത്തുകൂടി പോർക്കളത്തിൽ എത്തിയവരൊക്കെ എന്താ ചെയ്തേ സഞ്ജയ എന്നാണ് ചോദിക്കുന്നത്. പോർക്കളത്തിൽ എല്ലാവരും വരണത് യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ടാ, അല്ലെ? അവിടെ എത്തുന്ന ഓരോരുത്തരും വീരശൂര പരാക്രമികളായിരിക്കും. അങ്ങനെ വീരശൂര പരാക്രമികളായിട്ടുള്ള ആളുകൾ അവിടെ ഒത്തുകൂടിയിരിക്കുന്നത് എന്തിനാണ്? യുദ്ധം ചെയ്യാനായിട്ടാണ്. അവിടെ അവർ യുദ്ധം ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം ഏതൊരു രാജാവിനും ഊഹിക്കാൻ കഴിയുന്നതേ ഉള്ളൂ. എന്തിനാ ഇപ്പൊ രാജാവ്? നമുക്ക് ഓരോരുത്തർക്കും അത് ഊഹിക്കാൻ കഴിയുന്നതേ ഉള്ളൂ, അല്ലെ? അപ്പോ അങ്ങനെ ഊഹിക്കാൻ പോലും കഴിയാതെ അന്ധനായിട്ടുള്ള ധൃതരാഷ്ട്രര് ഇവിടെ ആ ഒരു സ്വന്തം പുത്രന്മാരോടുള്ള ഒരു അനുകമ്പ കൊണ്ടും സ്നേഹം കൊണ്ടും ചോദിച്ചിരിക്കുന്ന ചോദ്യത്തിന്റെ അപാകത പോലും ഇവിടെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള സംശയങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോൾ തന്നെ അതിനൊന്നും ബ്ലോക്ക് ചെയ്യാനായിട്ട് നമ്മുടെ ധൃതരാഷ്ട്രര് ഈ ഒരു ചോദ്യത്തിന്റെ മുൻപിൽ ഒരു വാക്ക് ചേർത്തു. ഏതാ വാക്ക്? ധർമ്മക്ഷേത്രേ എന്നുള്ളത്. അപ്പൊ ധർമ്മക്ഷേത്രമാകുന്ന കുരുക്ഷേത്രത്തില് എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം ആരംഭിക്കുന്നത്. ഈ ഒരു കുരുക്ഷേത്ര ഭൂമിയുടെ പ്രത്യേകത കൊണ്ട് തന്നെ അവിടെ വെച്ച് നമ്മൾ എന്ത് സത്കർമ്മം ചെയ്താലും അതിന് ഇരട്ടി ഫലമാണ് കിട്ടുക. യജ്ഞം നടത്തുന്നതും ദാനം ചെയ്യണതും തർപ്പണം ചെയ്യണതും എന്ന് വേണ്ട ഏതൊരു സത്കർമ്മവും അവിടെ വെച്ച് ചെയ്തു കഴിഞ്ഞാൽ അത് കൂടുതൽ ഫലപ്രദമായിട്ട് മാറും. ഇത്രയും പ്രത്യേകതകളുള്ള ഈ ഒരു ധർമ്മഭൂമിയിൽ വെച്ചിട്ട്, അതായത് ഈ കുരുക്ഷേത്ര ഭൂമിയിൽ വെച്ചിട്ട് ഇരു വിഭാഗക്കാരും യുദ്ധം ചെയ്യാണ്. യുദ്ധം ചെയ്യാൻ ഒരുങ്ങുന്ന മാത്രമല്ല, ആർക്കെങ്കിലും ഒരാൾക്ക് തീർച്ചയായിട്ടും ഒരു ധർമ്മബോധം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ യുദ്ധം ഒഴിവായി കിട്ടും. എന്താണെങ്കിലും ഈ കൗരവർക്ക് ധർമ്മബോധമൊന്നും ഉണ്ടാവാനുള്ള സാധ്യതയില്ല. അവരറിയാലോ, അവരുടെ അന്ധനായിട്ടുള്ള പിതാവ് പക്ഷാഭേദ ബുദ്ധിയോടുകൂടി വളർത്തിയ കുട്ടികളാണ് ആര്? കൗരവര്. അപ്പൊ അവർക്ക് പ്രത്യേകിച്ച് ഒരു ധർമ്മബോധമൊന്നും വരാനുള്ള സാധ്യതയില്ല. പൊതുവെ നമ്മൾ മഹാഭാരതം പറഞ്ഞപ്പോ ഈ കൗരവരുടെ സ്വഭാവമൊക്കെ നമ്മൾ കണ്ടതാണല്ലോ മുൻപോട്ടെ. കുട്ടിക്കാലം മുതലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു മഹാഭാരതത്തിന്റെ സമയത്ത്. അപ്പോൾ നിങ്ങൾക്കറിയാലോ, നമ്മുടെ കൗരവരായിട്ടുള്ള കുട്ടികളൊന്നും വലിയ ബുദ്ധിയോട് കൂടിയിട്ട് അവിടെ സംസാരിക്കാൻ പോണില്ല. അങ്ങനെ അവിടെ ഒരു ധർമ്മബോധം വരണം എന്നുണ്ടെങ്കിൽ അത് പാണ്ഡവർക്കേ വരുള്ളൂ. അങ്ങനെ ഒരു മനസ്താപമോ ധർമ്മബോധമോ ഒക്കെ പാണ്ഡവ പുത്രന്മാർക്ക് വന്നു കഴിഞ്ഞാൽ അവരെന്ത് പറയും? എനിക്ക് യുദ്ധമൊന്നും ചെയ്യണ്ട, എനിക്ക് പേടിയാണ്, എൻ്റെ സഹോദരന്മാരെയൊക്കെ വധിക്കണ്ടേ, എന്തിനു വേണ്ടിയിട്ടാണ് നമ്മുടെ സ്വന്തം രാജ്യത്തിൻ്റെ ഇടയിൽ ഇങ്ങനെ തല്ലുകൂടുന്നത്? നമ്മൾ നാട്ടിൻപുറത്തൊക്കെ ഒരു ഭാഷ പറയൂല്ലേ, സ്വന്തം പല്ലിൻ്റെ ഇടയിൽ കുത്തി തന്നെ. അപ്പൊ അങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്തിനാ ചെയ്യണത്? നമ്മൾ തല്ലൊന്നും കൂടാൻ പോകണ്ട, നമുക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അവിടെ പോയി ഭരിക്കാം എന്നൊരു ധർമ്മബോധം, ആരോടാണ് യുദ്ധം ചെയ്യണമെന്നുള്ള ധർമ്മബോധം പാണ്ഡവന്മാർക്ക് മാത്രമേ വരാൻ സാധ്യതയുള്ളൂ. അഥവാ അങ്ങനെ ഒരു ബോധം വന്ന് നമുക്ക് ലാഭമാണ്. എന്താണ്? വേറെ എതിർപ്പൊന്നും ഇല്ലാണ്ട് ഇപ്പൊ ആരായി രാജാവ്? കൗരവരായി രാജാവ്, അല്ലെ? കാരണം പാണ്ഡവർ ഒഴിഞ്ഞില്ലേ യുദ്ധത്തിൽ നിന്ന്. അപ്പൊ ഇനിയിപ്പോ രാജ്യം ആർക്കാ പോവാ? കൗരവർക്ക് പോവും. പിന്നെ എന്തെങ്കിലുമൊക്കെ ഒന്നും കൊടുത്ത പാണ്ഡുപുത്രന്മാരെ നമുക്കൊന്ന് ഒതുക്കാനും സാധിക്കും. അതുകൊണ്ട് ഇവർക്ക് വല്ല ധർമ്മബോധവും വന്നിട്ടുണ്ടെങ്കിൽ നന്നായി എന്ന് ആരുടെ മനസ്സിൽ കാണും? നമ്മുടെ ഈ ധൃതരാഷ്ട്രരുടെ മനസ്സിൽ കാണും. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ ദുര്യോധനാദികളാണ് നിഷ്പക്ഷമായിട്ട് ജയിക്കണത്. അപ്പൊ ഈ ഒരു വ്യാകുലത ആരുടെ മനസ്സിലാ? ധൃതരാഷ്ട്രരുടെ മനസ്സിലാ. അതുകൊണ്ടാണ് അദ്ദേഹം കിമ കുർവത എന്ന് ചോദിക്കുന്നത്. കിം
അകുർവത എന്ത് ചെയ്തു എന്ന് ചോദിക്കുന്നത് ആര്? ഈ പാണ്ഡവരും കൗരവരും യുദ്ധക്കളത്തിൽ എന്ത് ചെയ്തു എന്ന് ആ ഒരു ചോദ്യം തന്നെ പറഞ്ഞതാ. പക്ഷെ ഇവിടെ എടുത്തു പറയേണ്ടത് എന്താണ്? അദ്ദേഹം രണ്ടുപേരെയും വിശേഷിപ്പിച്ചിരിക്കുന്നതാണ് മാമകാഹ എന്ന് പറയുന്നതോട് കൂടിയിട്ട് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു പക്ഷഭേദം അവിടെ കാണാൻ പറ്റും. ഒരു രാജാവിന് ഒരു രാജ്യം ഭരിക്കുമ്പോൾ പക്ഷഭേദം ഉണ്ടാവാനായിട്ട് പാടില്ല. ഈ കഥ നടക്കുന്നത് ദ്വാപര യുഗത്തിലാണല്ലേ. ഇതിന് തൊട്ടു മുന്നുള്ള ത്രേതായുഗത്തില് നമ്മുടെ ശ്രീരാമ അവതാര സമയത്ത് ഭഗവാൻ കൃത്യമായി പറഞ്ഞു തരുന്നുണ്ട് ഒരു രാജാവിന്റെ ക്വാളിറ്റീസ് എന്തൊക്കെയാന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് രഘുവംശം ഭൃഗുവംശം എന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയാലോ, അവിടുത്തെ രാജാക്കന്മാരൊക്കെ അത്രയും പ്യുവർ ആയിട്ട് ഭരിച്ചിരുന്ന രാജാക്കന്മാരാണ്. അപ്പൊ ആ വംശത്തിലെ രാജാവ് തന്നെയായിരുന്നു ശ്രീരാമൻ. ശ്രീരാമ അവതാര സമയത്ത് ഭഗവാൻ ഒരു ചോദ്യം വന്നപ്പോൾ തൻ്റെ മനസ്സിന് ഏറ്റവും അധികം വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ് സീതയെ പിരിഞ്ഞിരിക്കുക എന്നുള്ളത്. എന്നിട്ട് പോലും സീതയെ കാട്ടിൽ ഉപേക്ഷിച്ചു, അതും ഗർഭിണിയായിരിക്കുന്ന അവസ്ഥയിൽ. ആ ഒരു കഥയൊക്കെ നമ്മൾ മുൻപ് പറഞ്ഞിട്ടുണ്ട്. സീതാദേവി എന്തുകൊണ്ടാണ് കാട്ടിൽ ഉപേക്ഷിച്ചത്? ഒരു സാധാരണക്കാരൻ എടുക്കുന്ന തീരുമാനം ഒരിക്കലും ഒരു രാജാവിന് എടുക്കാൻ പറ്റില്ല. രാജാവ് എപ്പോഴും തീരുമാനം എടുക്കുമ്പോൾ അവിടെ ബന്ധം നോക്കിയിട്ടല്ല തീരുമാനം എടുക്കേണ്ടത്. അപ്പോ ഇവിടെ അടുത്ത യുഗമാണ്, ദ്വാപര യുഗത്തിലാണ് ഈ കഥ നടക്കുന്നത്. ദ്വാപര യുഗത്തില് രാജാവായിട്ടുള്ള ധൃതരാഷ്ട്രര് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് ബന്ധം നോക്കിയിട്ട് തീരുമാനങ്ങൾ എടുക്കുക എന്നുള്ളത്. എപ്പോഴും ന്യായത്തിന്റെ ഭാഗത്ത് നിൽക്കണം. അവിടെ ബന്ധത്തിനോ അല്ലെങ്കിൽ സ്നേഹത്തിനോ കരുതലിനോ വികാരങ്ങൾക്കോ വിചാരങ്ങൾക്കോ ഒന്നിനും ഒരു സ്ഥാനവും ഇല്ല. രാജാവ് എന്ന നിലയ്ക്ക് നിന്ന് വേണം ഭരിക്കാൻ. ഈ ക്വാളിറ്റീസ് ഒക്കെ നമുക്ക് പാണ്ഡുവിൽ കാണാൻ പറ്റും, പക്ഷെ ധൃതരാഷ്ട്രരിൽ നമുക്ക് കാണാൻ പറ്റില്ല.